ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു യുവർ യൂട്യൂബ് ചാനൽ. അപ്പോൾ ഗായ്സ്, ഇന്നത്തെ ഒരു ഡേ ഇൻ മൈ ലൈഫാണ് ഗായ്സ്. അപ്പോൾ ഇന്ന് സാറ്റർഡേ ആണ്. അപ്പോൾ നമ്മൾ വിചാരിച്ചു പള്ളിയിൽ പോകാം. അമ്മച്ചി എന്തായാലും എല്ലാ ദിവസവും പള്ളിയിൽ പോകാം. അപ്പോൾ അമ്മച്ചിയുടെ കൂടെ എന്തായാലും പോകാമെന്ന് വിചാരിച്ചു. അപ്പോൾ 6:30ക്കാണ് കുർബാന. പക്ഷേ ഞാൻ എണീറ്റത് 6:15. അപ്പോൾ ഞാൻ വേഗം തട്ടിക്കൂട്ടി റെഡിയാണ്. പിന്നെ ഞാൻ എണീറ്റ് കഴിഞ്ഞിട്ടുള്ള ഈ പ്രഹസനങ്ങളൊക്കെ വീഡിയോ എടുക്കുന്ന ഒരു ദിവസം മാത്രം ഉണ്ടാകുന്ന പ്രഹസനങ്ങളാണ് ഗായ്സ്. എന്നും ഇത് ഞാൻ പ്രതീക്ഷിക്കുന്നില്ല. അങ്ങനെ ഞാൻ ബെഡൊക്കെ ഒതുക്കി താഴേക്ക് പോവാണ്. താഴേക്ക് പോയിട്ട് ഇനി ബ്രഷിങ് പരിപാടികളുണ്ട്. അങ്ങനെ ഞാൻ വലിയ കാര്യത്തിൽ ബെഡൊക്കെ ഒതുക്കി താഴെ പോയപ്പോഴാണ് ഗൈസ് ഒരു കാര്യം അറിഞ്ഞത്. അടിയിൽ ആരുമില്ല, എല്ലാവരും കൂടെ പള്ളിയിൽ പോയേക്കാണ്. അപ്പം ഞാൻ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. പിന്നെ ആൽഫി അവിടെ കിടക്കുന്നുണ്ടായിരുന്നു. അങ്ങനെ ഞാൻ വേഗം കുർബാന കഴിയുമ്പോഴത്തേക്കും ഞാൻ വേഗം പല്ല് തേച്ച് വേഗം ഓടാണ്. കുർബാന തുടങ്ങി ഗൈസ്, ഞാൻ ഓടട്ടെ. മെഴുകുതിരി കത്തിക്കാൻ അതന്നെ കുറേ കാണിക്കാറുണ്ട് ഗൈസ്. നമ്മൾ ഈ വീട്ടിൽ നിന്ന് വിട പറയുകയാണ് അടുത്ത മാസം. ഗൈസ്, ആൽഫി ഇരിക്കുന്നു. ആൽഫി പണിക്ക് പോവാണ് ഗൈസ്. ആൽഫി എന്ത് പണിക്കാണ് പോകുന്നത്? ആൽഫി? അവൻ പണിക്ക് പോണു. ഇവൻ കാറ്ററിങ്ങിന് പോവാണ് ഗൈസ്. കാറ്ററിംഗ് പോയി ഫുഡൊക്കെ അടിച്ചിട്ട് വരും ഇവൻ രാത്രി. ഉച്ചക്കാണോ ഗൈസ്? ഇന്നിവിടെ മുതിരയാണ്. മുതിര കിട്ടിക്കഴിഞ്ഞാൽ ഇന്ന് മുതിരയാണ്. ഇപ്പൊ പക്ഷെ കുറച്ച് വെറൈറ്റി വരുന്നുണ്ട്. അല്ലെങ്കിൽ ഞാൻ മുമ്പ് സ്കൂളിൽ പോകുമ്പോ എപ്പോഴും മുതിരയാണ് ഗൈസ്, എപ്പോഴും മുതിര. ഇപ്പൊ കടയിലൊക്കെ വെക്കി. ഇപ്പൊ ഗ്രീൻ ബീൻസ് വെച്ചു തുടങ്ങി. അത്ഭുതം. ഗ്രീൻ ബീൻസ് വെച്ചപ്പോ എനിക്ക് അത്ഭുതമായി ഗൈസ്. പിന്നെ നമ്മുടെ അച്ചു ഇല്ല കേട്ടോ. അവിടെ അച്ചു അവരുടെ വീട്ടിലാണ്, കോഴിക്കുള്ളിയിൽ പോയേക്കാണ്. അവൻ അവിടെ നിൽക്കാണ് ഗൈസ്. അതുകൊണ്ട് അച്ചു ഇവിടെ ഇല്ല. അവൻ വരുമ്പോൾ ഞാൻ കാണിച്ചു തരാം. ഇവന് ഇവിടെയാണ്. ഇവന് ഇവിടെ നിൽക്കാനാണ് ഇഷ്ടം. പിന്നെ കുഞ്ഞാറ്റ ഉറങ്ങാണ്. അവള് ഇന്ന് പള്ളി വന്നില്ല, മടിച്ച്. ഞാൻ മമ്മി ഇന്നൊരു തല്ല് പൊട്ടിച്ചു രാവിലെ തന്നെ. ഇന്നും തല്ല് പൊട്ടിക്കും. അതിപ്പോ രാവിലെ രാത്രി ഒന്നുമില്ല. ഇന്ന് വന്നിരുന്നു മമ്മ എൻ്റെ അടുത്ത് വന്നിരുന്നു എന്തൊക്കെയോ പറഞ്ഞേക്കൊന്നും ഓർമ്മയില്ല. അപ്പോ ചോറ് കഴിക്കാം. മുട്ട പൊരിച്ചോ? ഇല്ല, ഞാനേ ഗൈസ് എന്നും 2 മുട്ട എടുത്ത് ഞാൻ പൊരിക്കാൻ നേരം അമ്മയ്ക്ക് കൊടുക്കും. അല്ല, ഞാൻ തന്നെ എന്തെങ്കിലും പാത്രം കഴുകി വെക്കണം. അമ്മ കഴിക്കാറുണ്ട്. ഞാൻ കഴുകാറുണ്ട് കേട്ടാ. പാത്രമൊക്കെ ഞാൻ പിന്നെ ഉണ്ടാക്കിയ പാത്രമൊക്കെ ചിലപ്പോ ഞാൻ അവിടെ വെക്കും എന്നല്ലാണ്ട്. ചോറ് എന്തിട്ടാ മാള് കാണിക്കണേ? ഓയില് കൂടി പോയാ മാളുവിന്റെ രാവിലത്തെ തട്ടിക്കൂട്ട് പണികളാട്ടോ. ഇതെന്തൊക്കെ സാധനം? തക്കാളി ചമ്മന്തിയാ. ചൂടാക്കാം. എന്നിട്ട് മുട്ട ഇടും. ഞാൻ പറയട്ടെ, നമ്മള് മുട്ടയിട്ടല്ലേ മുട്ട പൊരിക്കാറ്, അല്ല തക്കാളിയൊക്കെ ഇട്ടിട്ടല്ലേ മുട്ട പൊരിക്കാറ്. പിന്നെ ഇതിനകത്ത് കൂടുതലെന്ന് പറയുമ്പോ ഇത് മാത്രമേ ഉള്ളൂ, കടുക്. വേറെ ഇല്ലല്ലോ അമ്മച്ചി. വെറൈറ്റിയാ സാധനം. സവാള 2 കഴിഞ്ഞു, തക്കാളി 2 കഴിഞ്ഞു. തക്കാളി ചമ്മന്തിയിൽ മുട്ടയിട്ട് പൊരിക്കുന്നതായി. മുട്ട പൊരിയായി. മുട്ട പൊരിച്ചോലേ ശരിക്കും. എന്താലേ എന്റെ ഒരു ടേസ്റ്റ് ഭയങ്കര ഇതാണ്. എനിക്ക് ഭയങ്കര ഇതാണ്. എനിക്ക് ഓരോ വെറൈറ്റി സാധനം ഉണ്ടാക്കാൻ. കഴിഞ്ഞ ദിവസം മാളു ലഡുവും പുട്ടും ലഡുവും കൂടെ മിക്സ് ചെയ്തു. അവളിങ്ങനെയൊക്കെ കഴിക്കും. ഇന്നാളൊരു ദിവസം വേറൊരു ദിവസം പായസവും കേക്കും. അത് നല്ല ടേസ്റ്റ് ആയിരുന്നു. നല്ല മുട്ട പരീക്ഷ. പച്ചക്കുരുമുളക് ഇടറി
എന്തിനാ എരിവേന മുട്ട ഗൈസ്. പിന്നെ ഉണ്ടല്ലോ ഇവിടെ കുറെ പേര് ചോദിക്കുന്നുണ്ട് നമ്മളെന്നാണ് രാവിലെ ചോറ് കഴിക്കണേന്ന്. ഓരോ എന്തിനാ പൊട്ട് ഇഡലി അങ്ങനത്തെ സംഭവമാണ് കഴിക്കുക. പക്ഷെ ഇവിടെ ഈ തൃശ്ശൂർ ഭാഗത്ത് ചോറ് കഴിക്കണവരുണ്ട്, ചിലവര് ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ട് ഇഡലി അങ്ങനത്തെ സംഭവങ്ങളൊക്കെ കഴിക്കണവരുണ്ട്. പക്ഷെ ഇവിടെ നമ്മള് ചോറാണ് വെക്കുക. എല്ലാവരും അങ്ങനെ ചെറുപ്പത്തിൽ അങ്ങനെ ശീലിച്ചു തുടങ്ങി ചോറ് വെച്ചിട്ട്. നല്ല ടേസ്റ്റിൽ അച്ചാർ വെക്കും. ഇത് വടുകപ്പുളി അച്ചാറാ. വടുകപ്പുളി ചോറെടുക്ക്. രസണ്ടാ? കുതിര മുതിര തിന്നു പറഞ്ഞാൽ മുതിര തിന്നാൻ ഭയങ്കര അപ്പൊ ഞാൻ ഫുഡ് കഴിച്ചിട്ട് വരാം. ഫുഡ് കഴിച്ചിട്ട് പഠിക്കാതിരിക്കണം. അതിന് വീഡിയോ ഒക്കെ ചെയ്ത് കഴിഞ്ഞിട്ട് വേണം പഠിക്കാതിരിക്കാൻ. ആളുവിന്റെ ഫേവറേറ്റ് കണ്ടസ്റ്റന്റ് ആരാ? എന്റെ ബിഗ് ബോസിൽ ഫേവറേറ്റ് കണ്ടസ്റ്റന്റ് പോയത് നീ അറിഞ്ഞില്ലേ? അനീഷിന്റെ ഷാനവാസിന്റെ ഒരു കോംബോ ഉണ്ട് ഗൈസ്. നല്ല രസമാണ്. ഇവിടെ ഈ സാധനം കെട്ടിക്കണോ അമ്മച്ചാ ഫ്രണ്ടിലത്തെ ഷീറ്റ് കളയട്ടെ. ഇപ്പഴാ ഷീറ്റ് ഇട്ടുണ്ടേ. അപ്പൊ വെളിച്ചല്ലേ നമ്മള് വീഡിയോ ഒന്നും എടുക്കുമ്പോ. ആള് മുകളിലേക്ക് കയറിയുണ്ട് ഷീറ്റ് വയ്ക്കാൻ. എവിടെ അതിനെ കാണാമല്ലോ. ആ ഓക്കെ ഗൈസ്, നമ്മുടെ മോച്ചുതയുടെ ഏറ്റവും മുകളിലുണ്ട്. അവന് താഴെ ഇടുമ്പോൾ ഭയങ്കര കുറുമ്പാ. അപ്പം അത് തന്നെ മുകളിലോട്ടൊക്കെ മോച്ചുവിനെ കുളിപ്പിക്കണം കേട്ടോ മാളോ. എന്തേ നമ്മള് ഒരു മാസം കൂടി ഈ വീട്ടിലുള്ളോട്ടോ. ഒരു മാസം ഇല്ല തികച്ച്. അടുത്ത മാസം നമ്മൾ പോവാണ്. വീട് മാറി പോവാണ് ഗൈസ്. എൻ്റെ എല്ലു വണ്ടി. വീട് ഇത്രയും നാള് മൂടി കിടക്കായിരുന്നു. മൂടി കിടക്കായിരുന്നു. എത്ര നാളെ വെയിലുണ്ടായിരുന്നില്ല. ഒന്നാമത് നമ്മുടെ ഫോൺ കുറച്ച് ഇത് കുറവാ. ഇങ്ങോട്ടേക്ക് ഗൈസ് നമുക്ക് അച്ചാർ കൊണ്ടുവരിക്കാം. മമ്മ വരുന്നില്ലേ? വാ ഗൈസ്, അച്ചാർ കൊടുക്കാം ഗൈസ്. എവിടേക്ക്? വലിയ മമ്മിയുടെ വീട്ടിലേക്ക് കൊണ്ടുപോകാം. ഗൈസ് ഇവൻ എന്നെ ഇഷ്ടല്ല ഗൈസ്. ഇവന് എന്നെ കാണുമ്പോ കൊറയാ. നമ്മു ഗൈസ് ജോലിക്ക് പോവാൻ നിക്കാണ് കുട്ടി. ഞങ്ങൾ കേറുന്നില്ല. കാരണം ഉണ്ടല്ലോ അവിടെ ബ്രൂണോ ഉണ്ട് ഗൈസ്. അവന് എന്നെ ഇഷ്ടല്ല. ഉണ്ടാവും എന്നെ ഇഷ്ടല്ല. ഗൈസ് ഇവിടുത്തെ ഈ ഷീറ്റ് മാറ്റിയപ്പോൾ കുറച്ച് സമാധാനം കിട്ടി. അപ്പച്ചൻ മരിച്ച അന്ന് കെട്ടിയതാണ്, പിന്നെ ഊരിയിട്ടില്ല. ഇത് ഇവിടെ ഞങ്ങൾ നിൽക്കുമ്പോൾ വീഡിയോ ഒക്കെ എടുക്കുമ്പോൾ വെളിച്ചം കിട്ടണില്ല. പക്ഷെ ഇപ്പൊ കിട്ടുന്നുണ്ട്. പക്ഷെ ഈ സാധനം മാറ്റുമ്പം ഒരു പ്രശ്നം, ഇവിടേക്ക് നല്ല വെയിൽ വരും ഗൈസ്. അവിടം വരെ ഞങ്ങളുടെ അവിടെ വെയിൽ വരും അവിടെ. അതുകൊണ്ട് കുക്ക് പുറത്തേക്ക് ഇറങ്ങില്ല. അല്ലെങ്കിൽ ഇവിടെ വന്ന് നിൽക്കും, അവൻ ഇറങ്ങില്ല. അപ്പോൾ വെയിൽ വരുന്നുള്ള പ്രശ്നം മാത്രമേ, വേറെ പ്രശ്നമൊന്നുമില്ല. അപ്പോൾ വണ്ടി മൂടിയിടാം ഷീറ്റ്. ഗൈസ് ഇവൻ്റെ കയ്യിൽ മോതിരം കണ്ടോ? ഇതൊരു കുട്ടി തന്നതാണ്, ഒരു 6th പഠിക്കുന്ന ഒരു കുട്ടി. ഞങ്ങൾക്ക് ഇന്നലെ സ്പോർട്സ് ഡേ ആയിരുന്നു. അപ്പോൾ ആ സമയത്ത് ഇവൻ എൻ്റെ അടുത്ത് വന്നിട്ട് പറഞ്ഞു, ഇത് ആൽഫിജേട്ടന് കൊടുത്തോളോ. ഞാൻ കുറേ ആൽഫിജേട്ടനെ കാണാറുണ്ട്, ഇവിടെയൊക്കെ വെച്ച് കാണാറുണ്ട്. പക്ഷെ എനിക്കൊന്നും കൊടുക്കാൻ പറ്റാറില്ല. അപ്പോൾ ഇത് കൊടുത്തോളൂ എന്ന് എൻ്റെ അടുത്ത് പറഞ്ഞു. ആ കുട്ടി ആരാന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവൻ്റെ കൂട്ടുകാരൻ്റെ അനിയനാന്നാണ് പറഞ്ഞത്. എനിക്ക് അറിഞ്ഞൂടാ. പക്ഷെ അവൻ ഇതിങ്ങനെ തന്നു. അപ്പൊ ഞാൻ ഇതെന്തായാലും പക്ഷെ എന്തായാലും ഞാൻ
അതാണ് guys. അപ്പൊ അതേ മോതിരം ഞാൻ കൊടുത്തിട്ടുണ്ട്. ഇത് കാണാണെങ്കിൽ എനിക്കറിയില്ല വീഡിയോ കാണുന്ന കാണാണെങ്കിൽ ഞാൻ മോതിരം കൊടുത്തിട്ടുണ്ട്. മോതിരം ഞാൻ കൊടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പൊ ഓക്കെ അവിടെ കാറ് മമ്മ കഴുകാണോ തുടക്കാണോ? മമ്മ അവിടെ വണ്ടി കഴുകണം. വണ്ടി കഴുകണം. ഒഴുകി ഒഴുകി ഒരു പുഴയാ. മമ്മ പറഞ്ഞ എന്തിനാ വണ്ടി കഴുകണു, ഞാൻ ഉള്ളി കയറി ഇരിക്കണു. അങ്ങനെ ഗൈസ് നമ്മള് കാറൊക്കെ കഴുകി ഇറങ്ങി. പക്ഷെ ഗൈസ് കാറൊക്കെ കഴുകി ഇറങ്ങിയപ്പോ അതിൻ്റെ ഉള്ളിൽ താക്കോല് വെച്ചിട്ട് കാർ അടച്ചു. അതുകൊണ്ട് ഇപ്പോ കാറ് തുറക്കാൻ പറ്റാണ്ടായി ഗൈസ്. അതും കാർ ഓണാക്കി വെച്ചിട്ടാണ് അടച്ചത്. അത് കാർ ഓഫാക്കിണ്ടായിരുന്നു. പക്ഷെ പിന്നെ ഗ്ലാസ് അടച്ചിട്ടുണ്ടായിരുന്നില്ല. അപ്പൊ അത് അടയ്ക്കാൻ വേണ്ടിയിട്ടാണ് എന്നെ പറയുന്നേ. അപ്പൊ അത് അടയ്ക്കാൻ വേണ്ടിയാണ് ഓണാക്കിയത്. എന്നിട്ട് ആ താക്കോല് അവിടെ വെച്ചിട്ട് മമ്മ പെട്ടെന്ന് ഇറങ്ങിയത് അടച്ചു. അപ്പൊ ഇനി അതിന് കുത്തി പൊളിക്കേണ്ട വരും തോന്നുന്നു ഡോറ്. അപ്പൊ ഇന്ന് പണിയായി ഗൈസ്. കുഞ്ഞാറ്റ നീറ്റ് വന്നുണ്ട്. പല്ല് തയ്ക്കിയ കുട്ടി ഇന്ന് സ്കൂളിലല്ലോ. ഇന്ന് സ്കൂളിലല്ലോ ഉണ്ടോ നിനക്ക്? ഗൈസ് നമ്മൾ ഹാക്ക് ചെയ്യാൻ പോവാണ്. കണ്ണാടി തുറക്കാണ്. നീ പൊളിച്ചാ മതി. ഇത് ഇങ്ങനെ ഒട്ടിച്ചിട്ട് കാര്യം ഇതെങ്ങനെ ഒട്ടിക്കണ്ടേ? ഗൈസ് നമ്മൾ ഹാക്ക് ചെയ്യാൻ കേട്ടോ. നടന്നു കഴിഞ്ഞാൽ നമ്മള് പറയുന്നതായിരിക്കും സക്സസ് ആണ്. എനിക്കറിയില്ല, ഞാൻ കണ്ടിട്ടില്ല ഇങ്ങനെ. ഇവിടെ ഒട്ടിച്ചേക്കണ നീ ഏത് വലിക്ക? കഴിയട്ടെ. ഒരു കട്ട കഷ്ണം കാനം. ആ അയ്യോ കണ്ണി കുത്തലടാ. കടന്നു കടന്നു മറ്റേ സ്കൂളിലൂടെ ഞങ്ങള് നോക്കിയോളാം. എപ്പോഴും സ്റ്റാർട്ട് ചെയ്തിട്ട് അടച്ചോളാം. സക്സസ്ഫുള്ളി നമ്മൾ തുറന്നിരിക്കുന്നു ഗൈസ്. ആർക്കും കയറിപ്പോട്ടെ. ഹലോ, ഓർമ്മയുണ്ടാ നമ്മളൊക്കെ ഒരു സിനിമ കണ്ടു കഴിഞ്ഞാൽ അങ്ങോട്ട് പോയതാലോ? ഇടയ്ക്കൊക്കെ ഒന്ന് വിളിക്ക. ഞാൻ തന്നെ എപ്പോഴും അങ്ങോട്ട് വിളിക്കണല്ലേ? എനിക്ക് മനസ്സിലായി നിനക്ക് അവിടെ പുതിയ ഫ്രണ്ട്സിനായിട്ട് വേണം. മനസ്സിലായി? അല്ലെങ്കിൽ ഇത്രയുള്ളോ ഫ്രണ്ട്ഷിപ്പ് ഇത്രയുള്ളോ എനിക്ക് മനസ്സിലായി. ആ നിനക്ക് വേണ്ടല്ലോ ഇപ്പൊ എന്നൊന്നും. അവിടെ പുതിയ ബെസ്റ്റിനെ കിട്ടിണ്ടാവൂല എന്റെ പോലെ. ഇഷ്ടം. അപ്പൊ ഇങ്ങോട്ടൊക്കെ വന്നോടെ വല്ല ശനിയാഴ്ച ഞായറാഴ്ച ഒക്കെ രാവിലെ കിടന്ന് ഉറങ്ങ. അവിടെ ഒന്ന് എണീക്ക് കട്ടിലുമെന്ന്. നമുക്ക് ലോകയുടെ ഒരു സംഭവം എടുക്കാം. നീ വരും ഇങ്ങോട്ട്. നിന്നെ ഞങ്ങള് മേക്ക് ഓവർ ചെയ്യാൻ പോവാ കല്യാണിയായിട്ട്. ഞാനല്ല നിനക്കാവോ അത് മാച്ചാവാ. ഞാനില്ല, ഞാൻ നസ്ലിനാവാം. മറ്റേ വിഗ് വെച്ചിട്ട് പോവാണ്. ഷാമ്പുവും കണ്ടീഷണറും പിന്നെ അമ്മച്ചിക്ക് തക്കാളി വേണം. അപ്പം അതൊക്കെ വാങ്ങാൻ പോവാണ്. സൺകിസസ്. ഇവിടുത്തെ കട 12 അടയ്ക്കും. അപ്പം നമ്മൾ 1 മണിക്ക് ആറാകുമ്പോഴത്തേക്ക് അടയ്ക്കും. അപ്പം ഇന്നൊന്നും വാങ്ങാൻ പറ്റില്ല. അപ്പം ഞാൻ വിചാരിച്ചു ഞാൻ കുളിക്കാൻ പോകണം. അപ്പോൾ
ഗൈസ് അങ്ങനെ നമ്മൾ തക്കാളിയും ഷാമ്പുവും വാങ്ങിച്ചു. ഞാൻ 2 വാങ്ങിയുള്ളൂ. ഞാൻ അറിയില്ല, ശനിയാഴ്ച ഞായറാഴ്ചയും ഷാമ്പുവും കണ്ടീഷണറൊക്കെ ഇട്ടിട്ടാണ് കുളിക്കുക. ശനിയാഴ്ച ഞായറാഴ്ച അല്ല, ശനിയാഴ്ച എങ്ങാനും നമുക്ക് പോവാം ഗൈസ്. വേഗം പോയിട്ട് കുളിക്കട്ടെ. ഞാൻ കുളിക്കാണ്ടൊരു സുഖമില്ല. അങ്ങനെ ഗൈസ് നമ്മുടെ കുളി കഴിഞ്ഞപ്പോൾ എനിക്കൊരു മുറുക്ക് കിട്ടി ഗൈസ്. കുളി കഴിഞ്ഞ് ഞാൻ ഇനി ഒന്ന് റെഡി ആവട്ടെ. ഇനിയും വീഡിയോസ് എടുക്കാനുണ്ട് കുറച്ച്. അപ്പോൾ ഞാൻ റെഡി ആവട്ടെ. ഹലോ കുളി കഴിഞ്ഞോളൂ, റെഡി ആവട്ടെ കേട്ടോ. അപ്പൊ ഗൈസ് നമ്മള് ഇപ്പോ പോവാണ് ഗൈസ്. നമ്മള് ശ്രീ എന്തിനാ വന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു വീഡിയോ എടുക്കാൻ വന്നതാണ് ഗൈസ്. മറ്റേ ലോക മൂവിയുടെ മേക്ക് ഓവർ എടുക്കാൻ നമ്മള് വിളിച്ചിട്ടുണ്ടായിരുന്നല്ലോ. അപ്പൊ കുട്ടി വന്നു. അപ്പൊ നമ്മള് വീഡിയോ എടുക്കാൻ വേണ്ടിട്ട് പോവല്ല, നമ്മൾ വീഡിയോ എടുക്കാൻ വേണ്ടിട്ട് അതിന് ഡ്രസ്സില്ല ഗൈസ്. ഒരു റെഡ് ഹൂഡി പോലത്തെ മറ്റേ സംഭവമില്ല, അത് വേണമായിരുന്നു. പക്ഷെ അതില്ല. അപ്പൊ അത് നമ്മൾ വാങ്ങാൻ വേണ്ടി പോവാണ്. ഗൈസ് നമ്മൾ ഇവിടെ വന്നിരിക്കുകയാണ്. തറവാട്ടിക്ക് വന്നിട്ട് കുറെ ഗൈസ്, നമ്മുടെ തറവാട്ടിക്ക് വന്നിട്ട് കുറെ നാളായി ഗൈസ്. എവിടെ നമ്മുടെ മാളിലേക്ക് കിട്ടു റൂമുണ്ടാവും. അത് എവിടെയാ ഇവിടെ വാങ്ങാനാണ് മറ്റേ. ഗെയിമിന്റെ സെക്ഷൻ എല്ലാം ഓപ്പൺ ആയിട്ടുണ്ട് ഗൈസ്. നമുക്കിരിക്കാൻ പറ്റില്ല. നമ്മളെ അതെ, നമുക്കൊന്നും കളിപ്പെണ്ണല്ല കിളിപ്പെണ്ണല്ലേ കുടിച്ചേ. ഗൈസ് നമ്മളെവിടെ പോയാലും നമ്മുടെ ടീച്ചറെ കാണാറുണ്ടല്ലേ. അന്ന് സിനിമയ്ക്ക് പോയി കാണാണ്ടായിരുന്നു. ഹായ്. നോക്കട്ടെ, ഇതൊന്നും എനിക്ക് പറ്റണം. നീ ഒന്ന് ഇങ്ങനെ ഞാനും ഇത് കുത്താൻ പോണ ഗൈസ്. അപ്പം ഞങ്ങൾ തപ്പിപ്പോയത് റെഡ് കോട്ടാണ് ഗൈസ്. പക്ഷെ അത് കിട്ടിയില്ല. പിന്നെ ഞങ്ങളുടെ വല്യമ്മച്ചിയുടെ വീട്ടിലുണ്ടായിരുന്നു സ്മിജോച്ചൻ്റെ ഒരു റെഡ് കോട്ട് ഉണ്ടായിരുന്നു ഭാഗ്യത്തിന്. അതുകൊണ്ട് അത് കിട്ടി. അപ്പോൾ ഞങ്ങൾ അവിടെ പോയിട്ട് അത് വാങ്ങിക്കൊടുന്നു. പിന്നെ ചന്ദ്ര മേക്ക് ഓവർ ചെയ്യുന്നത് ഞാൻ ഷോർട്ട് വീഡിയോ ആയിട്ട് ഇട്ടിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും കണ്ടിട്ടാണ് വിചാരിക്കുന്നത്. അപ്പോൾ കാണാത്തവരുണ്ടെങ്കിൽ പോയി കാണാം. പിന്നെ ഞാൻ പണ്ടേ പറയാറുണ്ട് ശ്രീദേവിക്ക് ഒരു കല്യാണി പ്രിയദർശൻ്റെ ഒരു കട്ടുണ്ടെന്ന് എല്ലാവരും പറയാറുണ്ട്. മമ്മയാണ് ഫസ്റ്റ് പറഞ്ഞു തുടങ്ങിയത്. പിന്നെ വീട്ടിലെല്ലാവർക്കും അത് തോന്നി. അങ്ങനെ പറഞ്ഞപ്പോൾ അങ്ങനെ തോന്നി. അപ്പം അവൾക്ക് അതിന് ഞങ്ങൾ വിചാരിക്കണം അതിന് നല്ലപോലെ ആപ്റ്റായി. ഈ ഒരു സീനിന് അവൾ നന്നായിട്ട് ആപ്റ്റായി ചന്ദ്ര മേക്ക് ഓവർ. പിന്നെ അവളുടെ 1-2 സീനുകളും കൂടെ ഞാൻ എടുത്തിട്ടുണ്ട്. ആ ഒരു സിനിമയിലത്തെ കുറച്ച് സീനുകൾ പോലെ അങ്ങനെ എടുത്തിട്ടുണ്ട്. ഞങ്ങൾക്ക് പറ്റാവുന്ന രീതിയിൽ അങ്ങനെ എടുത്തിട്ടുണ്ട് ഞാൻ. അപ്പോൾ ഞാനായിരുന്നു വീഡിയോഗ്രാഫർ. അതുകൊണ്ട് ഞാൻ അതൊക്കെ വെച്ചിട്ട് എനിക്കൊന്ന് എഡിറ്റ് ചെയ്യണമെന്നുണ്ട്. അപ്പോൾ അത് എഡിറ്റ് ചെയ്തിട്ട് ഞാൻ ഇടുന്നതായിരിക്കും. അപ്പോൾ ഗൈസ് നമ്മുടെ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ബെല്ലൈക്കൺ ഒന്ന് എനേബിൾ ചെയ്യുക. പുതിയൊരു വീഡിയോ ആയിട്ട് വരുന്നതായിരിക്കും. ടാറ്റാ. ചിരിക്ക്, ചെറുതായിട്ട് ചിരിക്ക്. ചിരിക്ക്, ചെറിയ പുഞ്ചിരിയും കൂടെ. വേണ്ട, പുഞ്ചിരിക്കണ്ട നീ. കിളിയെ മുടിക്കിടക്കെടുക്ക്. അങ്ങനെ നല്ലത് മമ്മ. കുറച്ചും കൂടെ രസം സൈഡിന്ന മുടി അയച്ചിട്ട് എടുത്താലോ? ഇവിടെ മുടി രസം